ഹലോ ഗായ്സ്, വെൽക്കം ടു ആൽബിയോൺ. ഞാൻ എന്താ ഫോർട്സെല്ലിനാണ് ഇവിടുത്തെ. ഇപ്പോൾ നിലവിൽ ഞാൻ വെറും ഒരു ഷിപ്പായി മാത്രമാണ്. കുതിര എന്തിയുടെ വരാത്തെ? കുതിര വന്നു. ചെറിയൊരു ഹാങ് പോലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. 26,000 കണ്ടോ. ഞാനിപ്പോൾ നിലവിൽ എക്സ്പെർട്ട് ഫോർട്ട് സെല്ലിംഗ് ക്യാരക്ടറിസ്റ്റാണ് എനിക്കുള്ളത്. ഇനി അടുത്ത മാസ്റ്റർ ഉണ്ട്, മാസ്റ്ററിൽ കയറണം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഓവർ ഞാൻ ലാഗാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡേഞ്ചർ സോണിൽ തന്നെ കളിക്കാം. ട്രാവൽ ചെയ്യാം. നമ്മൾ അവൻ്റെ പാർട്ടിയിലോട്ട് കയറുകയാണ്. വരെ അവിടെ കളിക്കുന്നതല്ലേ, അപ്പോൾ നമുക്കവിടെ പാർട്ടി ഉണ്ട്. യെസ്, നമ്മൾ ഓൾറെഡി പാർട്ടിയിലെ അംഗമാണ്. ഇതാണ് നമ്മളത്. ഇത്രയും പേരുണ്ട്, സാരമില്ല, ചുരുക്കട്ടെ. നമ്മളിനി ചെയ്യാൻ ഇവിടുന്ന് ചത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം. എന്താ ഇത്രയും ഇതെല്ലാം നിലവിൽ ഇത് കുറഞ്ഞായതുകൊണ്ട് തന്നെ വേറെ സീനില്ല. ഇനി ഈ സാധനത്തിന് സ്പീഡ് കുറവ്. ഇവന്മാരങ്ങ് പോവാന്നല്ലേ, ഇവന്മാരുടെ പുറകെ പിടിക്കുന്നതൊക്കെ ടാസ്ക്കാണ്. എന്തായാലും ഇന്നിനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല എന്ന് വിചാരിച്ചു. ഇന്നിനിയിപ്പം എൻ്റെ കണക്ക് ഓട്ടവും ചാട്ടവും അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ ഇന്ന്. അല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഇവനെയൊക്കെ കൊന്നു പോവാം. പക്ഷെ അങ്ങനെ കൊന്നു പോയാൽ പോലും അവന്മാരുടെ കൂടത്തില്ല, അവന്മാരുടെ കൂടത്തില്ല സീന. ബാക്കിയുള്ളവന്മാർ വന്ന് നമ്മളെ കൊന്നേച്ചു പോകും. ഇവനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ടീമില്ലാതായിപ്പോയി. പക്ഷെ നമ്മളെല്ലാം ഒരേ ഫ്രാക്ഷനാണ്. എന്നെക്കായും ഫ്രാക്ഷന് സീനിയോറിറ്റി എൻ്റെ ഫ്രണ്ടിൽ പോകുന്നവനുണ്ട്. എന്തുവാ നിതിൻ രാജ്, ആറ് ചത്ത് കിടക്കുന്നുണ്ടല്ലേ അവിടെ. നിതിൻ രാജ് മലയാളിയാണോ അവൻ? മലയാളിയാണെങ്കിൽ ഇന്ന് അവനെ നമ്മൾ ഫ്രണ്ടാക്കുന്നതായിരിക്കും. ഇത് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിക്കാൻ പറ്റുമായിരുന്നു. അവനെ സ്പോട്ടി വിളിക്കായിരുന്നു. ആരോ ചത്ത്. ഡാർക്ക് എന്താണെന്നറിയത്തില്ല, ചെറിയൊരു ഹാങ് ഉണ്ട് ഫോണിന്. സാധാരണ ഇത്രയും സാധനമൊക്കെ ഇടുമ്പം ഹാങ് വരണ്ടേ അല്ല. നമുക്ക് എടുക്കാൻ പറ്റുമോ? ലവന്മാർ അവിടുന്ന് ഇറങ്ങി അടുത്തടുത്തോട്ട് പോകുന്നു. അത്യം പറഞ്ഞ ഇവന്മാരുടെ പുറകെ കിടന്ന് നമ്മൾ ഓടുന്നല്ലാതെ നമുക്ക് ലാഭമൊന്നുമില്ല എന്ന് തോന്നുകയാണ്. എന്ത് ചെയ്യാ, ഇന്നിനിപ്പോൾ ഇവന്മാരുടെ പുറകെയുള്ള ഓട്ടം തന്നെ ആയിരിക്കും. പക്ഷെ ആരെയും കിട്ടുന്നില്ല. മറ്റേ നിതിൻ രാജ് എവിടെ പോയെന്നും അറിയാൻ വയ്യ. ഈ കൂട്ടത്തിൽ നിന്ന് നിതിൻ രാജിനൊക്കെ ഇനി കണ്ടുപിടിക്കുന്നവനൊക്കെ എടുത്ത്. അയ്യോ, ഈ കുതിരയുടെ കോസ്റ്റ്യൂമൊക്കെ നന്ദകേശ ഹെരി പെറ്റി ലേണൽ 2 ഹെരി 404 മോന്. ആരുടെ മോന്? ഏതെങ്കിലും തമിഴ് മലയാളിയൊക്കെ കാണാതിരിക്കത്തില്ല എൻ്റെ കൂടെ ഇപ്പോൾ ഓടുന്നതിനകത്ത്. ശിവന്മാർ ഈ ഓട്ടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നെങ്കിൽ ചാവാനുള്ള പേടി കാരണമാണ് ഈ ഓട്ടം നിൽക്കാതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈമായി ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയാൻ വയ്യ.
ഇവന്മാർ അവിടുത്തെയും തീർത്ത്. അയ്യോ, ഇവന്മാരെയൊക്കെ കൊണ്ട് തോറ്റല്ല ഭഗവാന്. കുറച്ചേലും ഒരിത് വേണ്ടേ? ഒന്നുമില്ലേ? ഈ പോക്കാന്ന് ഞാൻ ഓടി നടന്ന് ചാവൂന്ന് തോന്നുന്നു. ഫക്കീഷ് നമ്മളവിടെ ഓടി എത്തുമ്പോഴത്തേന് അമ്മമാർ അടുത്തടുത്ത് ഫിനിഷാണ്. അമ്മമാരുടെ കമ്പനി അടിക്കണമെന്നായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അമ്മമാരുടെ പാർട്ടി ഉണ്ടാക്കി. എത്ര എണ്ണോ കുറേ ഓടി വരുന്നേ. മാറാ. ഓ, അടുത്തവൻ. പിന്നെ ഇപ്പം കിട്ടും, നോക്കി നിന്നാൽ മതി. യെസ്, നമ്മൾ അടുത്തടുത്തോട്ട് പോവുകയാണ്. എവിടെയെങ്കിലും ഇപ്പം ചെന്ന് കയറുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫൈറ്റ് നടക്കുമായിരിക്കും. ബഡാ ഫൈറ്റ്. നോക്കാം നമുക്ക്. ഈ അല്ലാതെ കളിക്കുക സത്യം പറഞ്ഞല്ല, രാത്രിയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കിത് കളിക്കാൻ പറ്റത്തില്ല. രാത്രി കളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയൊക്കെ കിടന്നുകൊണ്ട് കളിക്കാൻ നേരത്തൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. എങ്ങനെ ഇതാണ് കിടന്ന് കൂടുന്നേ? ഇങ്ങനെ വെച്ച് കൈ അവരുടെ തനക്കതങ്ങ് വെച്ചിരുന്നാൽ പോരെ, അതങ്ങ് കൂടത്തില്ലേ തനിയെ. പിന്നെ അതൊക്കെ ഓടിയിട്ട് എപ്പോഴാ ഇവന്മാർ സത്യം പറഞ്ഞാൽ ഇതൊന്നും പിടിച്ചെടുക്കാൻ നോക്കില്ല. ഒരു ഡഞ്ചൻ്റെ ഇത് കിട്ടി, സോളോ ഡഞ്ചൻ്റെ. പക്ഷെ എന്ത് ചെയ്യാ, ഒരു ഇതില്ലാതായിപ്പോയി. എന്താ പറയണ്ടേ അതിന്, ഒരു ഇപ്പോൾ സെർവർ കൂടിക്കിടക്കുന്നുണ്ടാകുന്നു ഇത്ര ലാഗ് തോന്നിക്കുന്നത്, അറിയാൻ വയ്യ. അതും എൻ്റെ ഫോണിൽ കിടക്കുന്ന സിനിമ കാരണമാണ്. ഐ ഡോണ്ട് നോ. ഒരുത്തനെ കിട്ടി. സ്പോട്ട് ചെയ്ത് കയറി. അങ്ങനെ നമ്മൾ കണ്ട ആദ്യത്തെ ഫ്രാക്ഷൻ ഫൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഇതുവരെ നമുക്കൊരു മലരും കിട്ടിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കണ്ട ഇവിടം തൊട്ട് തന്നെയാണെങ്കിൽ നമ്മുടെ ഈ മനുഷ്യൻ്റെ ചിഹ്നം കണ്ടോ, അത് നമ്മൾ നിറയ്ക്കുന്നതായിരിക്കും. സൂമി ഇട്ടപ്പോൾ എന്ത് ലാഗ്. ഇത് മതി, ഇവന്മാരെയൊക്കെ കൊണ്ട് തോറ്റല്ലേ. ഇത് നമ്മൾ ചാവുന്നതായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടാൻ പാടില്ല. ഇതല്ല ചാവുന്നത്. ഉമ്മാരി എത്താലും നമുക്ക് പിന്നെ അന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ജീവൻ വെച്ച് വരുന്നതായിരിക്കും. പക്ഷെ അതേ കണക്കല്ല. റേഞ്ചിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു റേഞ്ചിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ അവിടുന്ന് മാറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കാം. പെട്ടി ഉറക്കേണ്ട സമയമായി. കറക്റ്റ് പെട്ടി ഉറക്കേണ്ട സമയപ്പോഴാണ് നമുക്ക് പെട്ടി തന്നെ അങ്ങ് ഉറക്കാം. സ്റ്റാൻഡേർഡാണ്, അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല സാധനങ്ങൾ കിട്ടും. നമ്മൾ നേരെ അടുത്തടുത്ത് കയറി അവിടെ കയറി നേരെ ഫൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഫാക്ഷൻ വാർഫെയർ അല്ലേ. സ്റ്റെബിലിറ്റി ആക്കേണ്ടി വരും എനിക്ക്. പക്ഷേ ഇന്ന് ഇന്നത്തെ ഗെയിം ഇതാണൊക്കെ കളിച്ചാൽ ഇടാന്ന് കരുതിയതാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നുള്ളൂ.
എനിക്ക് വെറുതെ കിടന്ന് ഇത് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാന്ന് കരുതി. ഇന്നത്തെ അവസ്ഥയല്ലേ, അത് നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണം. അല്ല എന്താ ഇതിനൊക്കെ പറയണ്ടേ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഡിയേഴ്സ്. ഞാൻ ഫോളോ ചെയ്യാനും പറയുന്നില്ല, ഇത് ചെയ്യാനും പറയുന്നില്ല. വരിക, എൻ്റെ കൂടെ കളിക്കുക, എൻ്റെ കൂടെ കളിക്കുക, സന്തോഷത്തോടെ കളിക്കുക. എനിക്ക് മലയാളികളെ വേണമെന്ന് വെച്ചാൽ മലയാളികളാണെങ്കിലും ഒരു കുറഞ്ഞൊരു 10-50 പേരേലും വേണം, എങ്കിലേ നമുക്കിവിടെ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ പറ്റും. ഗിൽഡിൻ്റെയൊക്കെ രൂപീകരണം എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അങ്ങോട്ട് ഇതില്ലാതായിരിക്കുന്നു. ഭയങ്കര ഹാങ്. എന്നെ ഒരുത്തൻ അടിച്ചണ്ട കള്ളക്കാവ്. പോട്ട് 10 വീട് ചാവ്. ഓക്കെ, എന്താണ്ടൊക്കെയാണ് അവിടെ വന്ന് പൊട്ടുന്നേ. ഇത്രയും പേരുടെ ഇടയ്ക്കിടെ നമ്മൾ ഓടി കളിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇത്. അയ്യോ, ഓടുന്നാണ്ടൊക്കെ ഓടി നമ്മൾ അതിനിടയ്ക്കിലൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ഫ്രാക്ഷനിലാക്കി നമ്മൾ ഇവിടുന്ന് അടുത്തെടുക്കാൻ പോവുകയാണ്. എടുത്തിരിക്കുന്നു. അടുത്ത കുതിരപ്പുറത്തും കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് മറുകൂടെ പോവുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ചെല്ലായി നോക്കുമ്പോൾ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനങ്ങനെ ഇത്രയും ചെറുതാക്കിയിട്ട് കളിക്കാറില്ല, പക്ഷേ കുഴപ്പമില്ല, ഇത്രയും ചെറുതാക്കിയിട്ട് കളിക്കുന്നുണ്ടല്ലേ. ഇതാകുമ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണും. പക്ഷെ PvPക്ക് മറ്റേതാണ് നല്ലതെന്ന് തോന്നുന്നല്ലേ. എല്ലാം സൈലൻ്റായി, ശബ്ദവും ഇല്ല, ഇതുമില്ല. ഓ, ടീംസ് വരുന്നു. ഷോപ്പ് ടീംസാ. എന്തോ ഒരു മിഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അതോ 1-2 അല്ല മിഷൻസ് എന്ന് പറയാൻ. കണ്ടോ, കിടക്കുന്നത് കണ്ടോ, ഇത്രയും കണ്ടോ 225 എണ്ണം, 136 എണ്ണം, 225 എണ്ണം, 178 എണ്ണം, 247, 196, 193, 186, 152. ആക്റ്റീവ് എന്തോന്ന് മാത്രം നോക്കിയിട്ടില്ല. ആൽബിൻ അലോൺസ് ഓൺ ദ ജേർണൽ മിഷൻ ബിക്കം ഒബ്സലന്റ് ക്യാൻ ലോങ്ങർ ബി കംപ്ലീറ്റഡ്. മിഷൻസ് ആർ മൂവ് ടു അച്ചീവ്
എന്തോന്നറിയാൻ വയ്യ, നമുക്ക് പിന്നെ കാണാൻ നോക്കാം. അത് ഒത്തിരി പരിപാടികൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ. ഇപ്പം ഇതൊക്കെ PvP ആക്ടിവിറ്റീസ് തന്നെ. എക്സ്പെഡിഷൻ എടുക്കുമ്പം ഇതുണ്ടോ, ഇതാണ് എക്സ്പെഡിഷൻ. ഞാനിത് കളിച്ചിട്ടില്ല. എക്സ്പെഡിഷൻ ഞാൻ പോയിട്ടില്ല. സോളോ ഡഞ്ചൻ ഞാൻ ഒത്തിരി കയറിയിട്ടുണ്ട്, ഉള്ള കാര്യം പറയാം. പിന്നെ ഞാൻ പിന്നൊരിക്കൽ ഇതണക്ക് ഒരു വീഡിയോ ഇടാം. ഇവന്മാരെല്ലാവരെയും അങ്ങ് കൊണ്ടുവരുത്തല്ലേ, കുറേ ഓടി വരുന്നവന്മാരല്ലോ. ഫാക്ക്, ഇത്ര ഓടി വന്ന് ചാവാനായിരുന്നു ഭഗവാനെ എൻ്റെ വിധി. സീനില്ല. ഇവന്മാരെയൊക്കെ പെട്ടെന്നൊന്നും കൊല്ലാക്കത്തില്ല. നമ്മൾ സാവധാനം വെയിറ്റ് ചെയ്ത് ഉത്തരവന്മാരുണ്ട്. നമ്മുടെ ടീം അപ്പുറത്തു നിന്നാണ് എന്ത് ചെയ്ത് വരുന്നത്. നമുക്ക് ടീമിൻ്റെ കൂടെ അങ്ങ് കയറാം. ഓക്കെ, അടുത്ത രണ്ടാമന്മാർ വരുന്നു. നമ്മളവന്മാരുടെ കൂടെ തന്നെ ഓടുകയാണ്. പ്രാക്ടീസ് സക്സസ്ഡ് ആണ്. 2 ഓടി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാം. 2 പേര്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി കിടക്കുന്നു. അതാണ് പേഴ്സ് ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് കയറാം. ഇങ്ങനെ ഓടിയിടന്ന് കളിക്കുന്നതാണ്. ഇതുവരെ നമ്മളൊന്നും അങ്ങോട്ട് ലെവലപ്പ് ആക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും ലാഗ് വന്നത്. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിൻ്റെ പേരിലെ ഒരു ചെറിയ ലാഗ്, അല്ല പ്രത്യേകിച്ചൊന്നുമല്ല. ബിയർ നമുക്ക് ഇത് നിറയുന്നിടം വരെ വെയിറ്റ് ചെയ്യണോ അതോ വേണ്ട, നമുക്ക് കിട്ടുന്ന സാധനം എല്ലാത്തിൻ്റെയും അപ്പം യൂസ് ചെയ്ത് നിർത്താം. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പം വേണമെങ്കിലും ചാവുന്നതിനങ്ങനെ കറക്റ്റ് കണക്കോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം സ്പോട്ടി ചെയ്തിടുക. 43, 36 ഇല്ല, വലിയ സാധനങ്ങളൊന്നും ആയിട്ടില്ല. ഏതോ ഒരു തെണ്ടി ഐ ലവ് വുമൺ എന്നൊക്കെ ഇട്ടേക്കുന്നു. ഇവന്മാരോടൊന്ന് സംസാരിച്ച് നോക്കാം. ഹായ് മല്ലു,
അവന്മാരില്ല എന്ന് തോന്നുന്നു. അടുത്ത വലിയ സ്ഥലത്തോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇടയ്ക്ക് സത്യം ഞാൻ ഈ ഇത് തന്നെ ഓവർ നീട്ടണ്ടെന്നൊക്കെ കരുതിയതാ, പെട്ടെന്ന് തീരുമെന്നൊക്കെ കരുതിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ, ഇതുവരെ ചത്തില്ല. നമുക്കതുകൊണ്ട് ആ ഫ്രാക്ഷൻ സിസ്റ്റം എടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മളെ കൂട്ടി അണയാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്താഗതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അത്ര സുഖകരമായി ഓടുന്നില്ല. ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഫോണൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഡീപ്പ് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോകത്തില്ലേ? ആഹാ, ഡീപ്പ് ക്ലീൻ ചെയ്യാൻ കരുതിയത്. പക്ഷേ ഇതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും കംപ്ലീറ്റ് ആയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഇവിടെ പോവുകയാണ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നമുക്ക് എല്ലാം വിശദീകരിച്ച് തരാടെ. അതല്ലേ ഇച്ചിരി നല്ലത്. അല്ലാതെ നിങ്ങൾ കളിക്കാന്ന് പറഞ്ഞ് വന്നാൽ പോലും ഒരു വിധത്തിലല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാം. ഇന്നത്തേന് ഇത്രയും കാഴ്ച കളി വെക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് കളിക്കുന്ന ഞാൻ റെക്കോർഡും കാര്യങ്ങളൊന്നും എടുക്കാത്തതിൻ്റെ പേര് ഞാൻ കരുതി ഇങ്ങനെ കയറി വീഡിയോ ഇടാമെന്ന് കരുതി. ഒന്നുമല്ല. എന്തായാലും ഞാൻ പടയാണൊക്കെ തിരിച്ചു കൊണ്ട് 12,000 വേണമെന്നാണ് പറയുന്നത്. നോക്കട്ടെ. ഒത്തിരി പീപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അന്നേക്ക് തിരിച്ച് യാത്ര ഒക്കത്തില്ല. 700K അവൻ എത്ര നേരം കൊണ്ട് കിടന്ന് ഓടുന്നുണ്ടെന്നറിയാമോ? ഇപ്പം ഇത്രയും പീപ്പിൾസ് യെസ്, അങ്ങനെയാണ് ഇത്. നമ്മൾ ആ വില്ലേജ് ഒരു വട്ടത്തിൽ കയറിയാലേ ഇത് പറ്റത്തോളേ, ഇല്ലേ നമുക്ക് ഇങ്ങനെ തിരിച്ച് വില്ലേജ് പോക്കത്തില്ലേ. ആദ്യം ഞാനിത് വന്ന് കയറി ആദ്യത്തെ വട്ടം പിന്നെ വന്ന് കയറി ചാത്തും പോവും. എൻ്റെ പൊന്നടാവേ, ഞാനിവിടെ കിടന്ന് ഓട്ടമായിരുന്നു. ഓടി വാനേ എപ്പോഴാണ് അങ്ങ് എത്തിച്ചേർന്നതെന്നറിയാമോ? അങ്ങനെ ഈ എല്ലാ വില്ലേജിലും കയറി നടന്ന് പിന്നെ ആദ്യം എത്തിച്ചേട്ട വില്ലേജായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ കളി തുടങ്ങുന്നത്. പിന്നെ എല്ലാ വില്ലേജിലും പോയി തിരിച്ചിവിടെ വന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ വില്ലേജ് തിരിച്ചു വന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ വട്ടവും മരിക്കുന്ന വീഡിയോ ഇടാമെന്ന് കരുതിയതാണ്. എന്തോ ഇതെന്ന് മരിക്കുന്ന വീഡിയോ ഇടാമെന്ന് കരുതിയപ്പം 7 വട്ടം മരിച്ചതുമില്ല. ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ കരുതി അവിടെ ഇത്രയും ടൂൾസുണ്ട്. ഇത്രയും ടൂൾസും മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും റെഡിയാക്കാം ഞാൻ. കണ്ടോ, അടുത്ത സാധനങ്ങൾ വരുന്നുണ്ടോ? ഈ 4 മാറ്റി ഇതും 4 ആക്കാം. അതല്ല അതിൻ്റെ ഒരു ശരി. ഇത് മാറ്റാകത്തില്ല. ഇത് പോകുന്നുണ്ട് കണ്ടാ, മതി.
ഇതൊട്ടാണ് അടുത്തൊക്കെ ഇത് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ എന്താ വരാം. ഇപ്പം ഇത് ഇറങ്ങുവാണ്. ഇതേ കണക്ക് 13 വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം വെറുതെ ഇരിക്കില്ലേ, യൂട്യൂബിന് വേറെ പണിയൊന്നും ഇല്ലല്ലേ. അതുകൊണ്ട് എൻ്റെ ഇതേ കണക്കുള്ള വീഡിയോസ് കുറേ കിടക്കട്ട്. പിന്നെ കാണാം ഗായ്സ്, ഉടനെ തന്നെ കാണാം. എനിക്കങ്ങനെ എന്നാന്നെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന വരെ വരുമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. ഞാൻ എല്ലാ ടൈമിലും കാണും. കളിക്കുന്ന സമയത്തെല്ലാം ഇതാണൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത് ചെയ്യുക. ഞങ്ങൾക്ക് സത്യം പറഞ്ഞൊരു കഥ പോലെ പറയാൻ തന്നെ, പക്ഷെ കഥ പോലെ പറയണമെങ്കിൽ എനിക്ക് ഒരു 5-6 പേരോട് വേണം, എങ്കിലും നമുക്കൊരു സ്ക്രിപ്റ്റ് അങ്ങ് എഴുതാൻ പറ്റൂ. കുഴപ്പമില്ല, കാത്തിരിക്കുന്നു. നിങ്ങൾ റെഡിയാക്കിക്കോ. നെക്സ്റ്റ് അടിച്ചു. പിന്നുള്ള ചെയ്യുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ്